ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സിഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പരിസ്ഥിതി ദിനമൊക്കെയാണ് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ചാനലിൽ അവസാനം വന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറ്റി കുരുമുളക് കാണിച്ചായിരുന്നു. എൻ്റെ വീട്ടിൽ 10 മാസമായി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു. അപ്പം ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ആ വീഡിയോകൾ കാണാത്തവരാണെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുഴിച്ചെണ്ണയിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി നടു മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നടു മുറിക്കുന്നത് ചേർക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. അപ്പം ഇങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനത്തെ കുരുമുളക് വള്ളി നമ്മൾ പടരുന്ന കഴിയുമ്പോൾ കേട്ടോ കുറ്റി കുരുമുളക് ഉണ്ടാക്കുക. അപ്പോൾ അത് ഒരു വി ഷേപ്പിലുള്ള വള്ളിയാണ് മുറിക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതുപോലത്തെ മരം തോനെ കുരുമുളക് ഉണ്ട് ഈ മരത്തുമ്മേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലത്തെ കണ്ടോ, ഇങ്ങനെ വി ഷേപ്പ് കണ്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ച വി. ഇതിൻ്റെതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് മുറിക്കണം. ഇവിടുന്ന് ചെറിയൊരു ഭാഗം മതി. അപ്പം നമ്മൾ നല്ല മൂർച്ചുള്ളൊരു ബ്ലേഡ് എടുത്ത് കഴിഞ്ഞ് മുറിക്കണതാ കേട്ടോ ഏറ്റവും നല്ലത്. ഇവിടെയായിട്ടോ നമുക്ക് മുറിക്കേണ്ടത്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മൾ മുറിച്ചിട്ടുണ്ട് വി ഷേപ്പിൽ. ഇതാ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ മുറിക്കാൻ കാണാം. ഇവിടുന്ന് ഈ ഒരു അളവിൽ നമ്മൾ മണ്ണിലേക്ക് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മണ്ണെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ല വളമൊക്കെയുള്ള മണ്ണെടുക്കുക, ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ നല്ല നല്ല മണ്ണാണെങ്കിൽ നല്ല പെട്ടെന്ന് പിടിക്കും. അപ്പം നമ്മൾ അപ്പോൾ ഇതിൽ വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മളിതാ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ മണ്ണിടാം. അപ്പോൾ ഇത്ര മണ്ണ് മതി. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ വഴുതന കേട്ടോ, നല്ലതായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഒരു പൂവ് ഇട്ടിരിക്കണം. അപ്പോൾ നമ്മളത് ആ മണ്ണൊക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു ഓട്ട ഇങ്ങനെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത കുരുമുളക് അതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് കുഴിച്ചിട്ടു. ഇപ്പം കണ്ടോ, ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വി ഷേപ്പ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ശരിക്കും നല്ല വളമൊക്കെ ഉള്ള മണ്ണാണ് ഇട്ടെടുക്കേണ്ടത്. ജൈവവളമൊക്കെ ചേർത്ത മണ്ണിട്ടിട്ടാൽ അത് നല്ല രീതിക്ക് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിങ്ങനെയാണ് കുറ്റി കുരുമുളക്. ഇതിന് പിടിച്ചാൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം. പിടിച്ചതുണ്ട്, ഞാൻ മുന്നേ കുഴിച്ചിട്ടിരുന്നു. ഇപ്പം പിടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ ഫ്രണ്ട്സ്, നമ്മുടെ പിടിച്ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒരു 5 ദിവസം കഴിഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങാതെ നിൽക്കും. അങ്ങനെ തന്നെ അതേ രീതിയിൽ തന്നെ നിൽക്കും. അത് ഇളക്കാനൊന്നും പാടില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അത് പിടിച്ചെന്നാണ് അതിൻ്റെ അകത്ത്. അത് പിടിക്കുന്ന ഉറപ്പാണ്. ഇത് ഞാൻ അതേ സമയത്ത് വേറൊരു കുറ്റി കുരുമുളക് കുഴിച്ചിട്ടായിരുന്നു. അത് പിടിച്ചില്ല. അത് ഫുള്ള് ഇങ്ങനെ ബ്ലാക്ക് കളറായി. അപ്പം ഇനി ഇത് പിടിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കുറ്റി കുരുമുളക് കുഴിച്ചിട്ടാണിത്. ഇതൊക്കെ പിടിച്ചു വരണം. അപ്പം കുറ്റി കുരുമുളക് ഒരു 8 മാസം കഴിഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ള വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാൻ കേട്ടോ, പറഞ്ഞ പോലെ.
അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ കുറ്റി കുരുമുളക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഇലേൻ്റെ ഈ ഭാഗത്ത് വെച്ച് തന്നെ മുറിക്കണം. അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ആയിട്ട് മുറിക്കേണ്ടത് കണ്ടില്ലേ. ഇതെന്തിനാന്ന് വെച്ചാൽ നല്ല കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഇളക്കും, വലിയ ഇലയാണെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കാറ്റ് നല്ലോണം ഉണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്നും ഇളക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുറ്റി കുരുമുളക്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാൻ ടെക്സിഫൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് ബൈ.